നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ് തൃക്കരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നവംബർ 2-നും 5-നും, ഫലപ്രഖ്യാപനം 7-ന്. ക്ഷേത്രങ്ങൾ നന്മയുടെ പ്രചാര കേന്ദ്രങ്ങളാവണമെന്നും മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്നതിനാവരുതെന്നും കെ.സി. വേണുഗോപാൽ എം.പി. മഹസർ തയ്യാറാക്കാനെത്തിയ ഗെയിൽ ഉദ്യോഗസ്ഥരെ ഏറ്റുകൊടുക്കയിൽ ഭൂമി നഷ്ടപ്പെടുന്നവർ തടഞ്ഞവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. എൻ രാമകൃഷ്ണൻ അനുസ്മരണ സമ്മേളനം ടോപ്പ് ഫോം ഓഡിറ്റോറിയത്തിൽ കെ.പി.സി.സി ജനറൽ സെക്രട്ടറി കെ.പി. അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വേൾഡ് ഫെഡറേഷൻ ഓഫ് ട്രേഡ് യൂണിയൻ 70-ാം വാർഷികത്തിന്റെ ഭാഗമായി ഗാന്ധി പാർക്കിൽ ജില്ലാതല സെമിനാർ. ചെറുപുഴയിലെ ബീവറേജ് ഔട്ട്ലെറ്റ് പൂട്ടി. മലയോരത്ത് വ്യാജമദ്യ ഭീഷണി. പയ്യന്നൂർ നഗര റോഡ് വീണ്ടും ചെളിക്കുളമായി. വാർത്തകൾ വിശദമായി. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. നവംബർ 2-നും 5-നും 2 ഘട്ടങ്ങളിലായാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഫലപ്രഖ്യാപനം നവംബർ 7-ന് നടക്കും. ആദ്യഘട്ടമായ 2-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് എന്നീ ജില്ലകളിലും 2-ാം ഘട്ടമായ 5-ാം തീയതി കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, പാലക്കാട് ജില്ലകളിലുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. ഒക്ടോബർ 7-ന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കും. 14-ാം തീയതിയാണ് നാമനിർദ്ദേശം സമർപ്പിക്കേണ്ട അവസാന തീയതി. 15-ന് സൂക്ഷ്മ പരിശോധനയും നടക്കും. 17-ാം തീയതിയാണ് പത്രിക പിൻവലിക്കേണ്ട അവസാന തീയതി. 941 ഗ്രാമപഞ്ചായത്തുകളിലും 152 ബ്ലോക്ക് പഞ്ചായത്തുകളിലും 14 ജില്ലാ പഞ്ചായത്തുകളിലും 86 മുനിസിപ്പാലിറ്റികളിലും 6 കോർപ്പറേഷനുകളിലുമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആകെ 21,871 നിയോജക മണ്ഡലങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിനായി 35,000 പോളിംഗ് ബൂത്തുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ഒക്ടോബർ 10 മുതൽ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കെ. ശശിധരൻ നായർ അറിയിച്ചു. ഇത്തവണ തെരഞ്ഞെടുപ്പിന് ഫോട്ടോ പതിച്ച വോട്ടർ പട്ടികയാണ് ഉണ്ടാകുക. വോട്ടർ പട്ടികയിൽ പ്രവാസികൾക്കും ഭിന്നലിംഗക്കാർക്കും പേരുൾപ്പെടുത്തുന്നതിന് സൗകര്യവും ഉണ്ടായിരിക്കും. തെരഞ്ഞെടുപ്പിൽ നോട്ട ഉണ്ടാകില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ക്ഷേത്രങ്ങൾ നന്മയുടെ പ്രചാര കേന്ദ്രങ്ങളാവണമെന്നും മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കുന്നതാവരുതെന്നും കെ.സി. വേണുഗോപാൽ എം.പി. മലബാർ ദേവസ്വം ബോർഡ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട സജീവ് മറോളിക്ക് പയ്യന്നൂരിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉദ്ഘാടന ഭാഷണത്തിനായി ആദരവോടെ ക്ഷണിക്കുകയാണ്. എല്ലാ ഹിംസകളിൽ നിന്നും മനുഷ്യനെ മോചിപ്പിക്കാനാണ് വിശ്വാസങ്ങൾ ഉണ്ടായിട്ടുള്ളത്, ക്ഷേത്രങ്ങൾ ഉണ്ടായിട്ടുള്ളത്. നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലെ ക്ഷേത്ര അന്തരീക്ഷം പോലും ഹത്യയ്ക്ക് കാരണഭൂതമാകുന്ന സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഒരു കാരണവശാലും അഭിലഷണീയമല്ല എന്നുള്ളത്. അതുകൊണ്ട് ജനകീയമാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ജനകീയത എന്ന് പറയുന്നത് വിശ്വാസികളുടെ കൂട്ടായ്മയാണ്. ക്ഷേത്രങ്ങൾ വിശ്വാസികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. വിശ്വാസികൾക്ക് അത് വിട്ടുകൊടുക്കുക. വിശ്വാസത്തിന്റെ മാത്രമല്ല, വിജ്ഞാനത്തിന്റെയും നന്മയുടെയും കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ. ദൈവത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. ക്ഷേത്രങ്ങളിൽ നിന്ന് എല്ലാവർക്കും ഗുണം വരണമെന്നാണ് പ്രാർത്ഥന നടത്തുന്നത്, ഒരു പ്രത്യേക വ്യക്തിക്കായല്ല. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇന്ന് നേരെ മറിച്ചാണ് സംഭവിക്കുന്നത്. ക്ഷേത്രങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെ പേരിൽ ആൾക്കാരെ കൊല്ലുന്നിടത്തേക്ക് നാം അധപ്പതിച്ചിരിക്കുന്നു. എം.പി. അഭിപ്രായപ്പെട്ടു. ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ രാഷ്ട്രീയം നോക്കാതെ ജനകീയ കൂട്ടായ്മ രൂപം കൊള്ളണം. ആ ജനകീയ കൂട്ടായ്മയിലാവണം ക്ഷേത്രഭരണങ്ങൾ നടക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവിതാംകൂറിനെയും മറ്റും താരതമ്യം ചെയ്യുമ്പോൾ മലബാറിൽ ക്ഷേത്രങ്ങൾക്ക് വരുമാനം കുറവാണ്. ഇതായിരിക്കും പുതുതായി ചെയർമാൻ സ്ഥാനത്തേക്ക് വരുന്ന സജീവ് മറോളി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും. എങ്കിലും ഇപ്പോൾ ജനങ്ങളുടെ കൂട്ടായ്മയിൽ ക്ഷേത്രങ്ങൾ നവീകരിച്ച് മെച്ചപ്പെടുത്തി വരുന്നത് ആശാവഹമായ സൂചനയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ സജീവ് മറോളിക്കുള്ള ഉപഹാര സമർപ്പണം കെ.പി. കുഞ്ഞിക്കണ്ണൻ നിർവഹിച്ചു. ശ്രീകൃഷ്ണൻ എം.എൽ.എ. അധ്യക്ഷനായി. വി. എ. നാരായണൻ മുഖ്യാതിഥിയായിരുന്നു. മലബാർ ദേവസ്വം ബോർഡ് ഏരിയ കമ്മിറ്റി കൊയ്യം ജനാർദ്ദനൻ, ഫോക്ലോർ അക്കാദമി സെക്രട്ടറി എം. പ്രദീപ് കുമാർ, കൗൺസിലർ മണിയറച്ചന്ദ്രൻ, പിന്നോക്ക വിഭാഗ സംയുക്ത ക്ഷേത്ര സംരക്ഷണ സമിതി അംഗം രാജൻ പെരിയ,
YV കണ്ണൻ, പൂരക്കളി കലാ അക്കാദമി സംസ്ഥാന പ്രസിഡന്റ് N കൃഷ്ണൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. സജീവ് മറോളി മറുപടി പ്രസംഗവും നടത്തി. മഹസർ തയ്യാറാക്കാനെത്തിയ ഗെയിൽ ഉദ്യോഗസ്ഥരെ ഏറ്റുകുടുക്കയിൽ ഭൂമി നഷ്ടപ്പെടുന്നവർ തടഞ്ഞു. തടഞ്ഞവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ശനിയാഴ്ച 11 മണിയോടെയാണ് ഗെയിൽ ഉദ്യോഗസ്ഥർ ഏറ്റുകുടുക്കിയിൽ സ്ഥലത്തെ മഹസർ തയ്യാറാക്കാനായി എത്തിയത്. വിവരമറിഞ്ഞ് ഭൂമി നഷ്ടപ്പെടുന്ന സ്ത്രീകളടങ്ങുന്ന സംഘമാണ് ഗെയിൽ പ്രവർത്തകരെ തടഞ്ഞത്. ഗെയിലിന് ഇതുവരെ എങ്ങനെ സ്ഥലമെടുക്കണമെന്നതിനെക്കുറിച്ച് യാതൊരു പിടിയുമില്ലെന്നും ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് അവരുടെ ആശങ്കകൾ പരിഹരിക്കാതെ മഹസർ തയ്യാറാക്കാൻ അനുവദിക്കുകയില്ലെന്നും പ്രവൃത്തി തടഞ്ഞവർ പറഞ്ഞു. നിരവധി പേർ പ്രവൃത്തി തടയാനെത്തിയിരുന്നു. വൻ പോലീസ് സംഘം രാവിലെ തന്നെ ഏറ്റുകുടുക്കിയിൽ തമ്പടിച്ചിരുന്നു. ഇതൊന്നും വകവയ്ക്കാതെയാണ് ഭൂമി നഷ്ടപ്പെടുന്നവർ ഉദ്യോഗസ്ഥരുടെ പ്രവൃത്തി തടയാനെത്തിയത്. തുടർന്ന് നടന്ന തടയൽ സമരം CPIM ആലപ്പടമ്പ് വെസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറി PV ബാലൻ ഉദ്ഘാടനം ചെയ്തു. വികസനത്തിന് തങ്ങൾ എതിരല്ലെന്നും ജനങ്ങളുടെ ഭയാശങ്കകളും ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് ലഭിക്കുകയെന്ന് അധികൃതർ വ്യക്തമാക്കണമെന്നും ഒന്നിനും ഒരു ഏകീകരണ സ്വഭാവമില്ലെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ PV ബാലൻ അഭിപ്രായപ്പെട്ടു. ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ വില നിശ്ചയിച്ചു കൊണ്ടുപോകാൻ വേണ്ടി തയ്യാറായിട്ടില്ല. സ്വാഭാവികമായും നമ്മുടെ പ്രദേശത്തെ കൂടി കടന്നു പോകുമ്പോൾ വലിയൊരു പ്രദേശം വയലുകളാണ്. അതേപോലെ തന്നെ കുറേ ഭാഗം തരിശായി കിടക്കുന്ന പ്രദേശവുമാണ്. ഈ രണ്ട് പ്രദേശത്തിൻ്റെയും ആളുകളുടെ വരുമാനത്തെ സംബന്ധിച്ച്, അവരെ വീടിൻ്റെ സംബന്ധിച്ച്, മാർക്കറ്റ് വിലയെ സംബന്ധിച്ച് ഒന്നും തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പറയാൻ വേണ്ടി തയ്യാറാവുന്നില്ല. T വിജയൻ, KM ബാലകേശവൻ, കോട്ടമ്പത്ത് നാരായണൻ, K ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പ്രക്ഷോഭകാരികൾ മുദ്രാവാക്യം വിളിച്ച് നിലത്ത് കുത്തിയിരുന്നു. ഉടനെ തന്നെ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. പ്രായമായ സ്ത്രീകളടക്കം 25ഓളം പേരെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രക്ഷോഭം നാളെയും തുടരും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വേൾഡ് ഫെഡറേഷൻ ഓഫ് ട്രേഡ് യൂണിയൻ 70ാം വാർഷിക ഭാഗമായി ഗാന്ധി പാർക്കിൽ CITU, AITUC എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ജില്ലാതല സെമിനാർ സംഘടിപ്പിച്ചു. മുതലാളിത്തത്തിന് ബദൽ സോഷ്യലിസം മാത്രം എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെയും IMFന്റെയും വേൾഡ് ബാങ്കിന്റെയും വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെയും ഒക്കെ തന്നെ നേതൃത്വത്തിൽ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന 20ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലത്ത് ലോകത്താകമാനം നടന്ന ദേശീയ വിമോചന പോരാട്ടത്തെ പിന്തുണച്ച പ്രസ്ഥാനമാണ് WFTO. ദേശീയ വിമോചന പോരാട്ടങ്ങളെല്ലാം തന്നെ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളാണെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് WFTO അത്തരമൊരു നിലപാടെടുത്തത്. ഇത്തരം പോരാട്ടങ്ങൾ വിജയിച്ചാൽ മാത്രമേ ലോകത്താകമാനം അധ്വാനിക്കുന്ന മനുഷ്യർക്ക് ജീവിത ദുരിതങ്ങളിൽ നിന്ന് വിമോചനമുണ്ടാകൂ. ഇന്ന് തൊഴിലാളി പ്രസ്ഥാനങ്ങളെ തകർക്കാൻ ലോകത്തെമ്പാടും ആഗോളീകരണ ശക്തികൾ ആയുധത്തിന് മൂർച്ച കൂട്ടുന്ന കാലത്ത് ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിന് ലോക തൊഴിലാളികളുടെ വിമോചനത്തിൽ വലിയ പങ്കുവഹിക്കാനുണ്ട്. സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് NFPTA അഖിലേന്ത്യാ സെക്രട്ടറി M കൃഷ്ണൻ പറഞ്ഞു. NP ഭാസ്കരൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ C കൃഷ്ണൻ MLA, AITUC സംസ്ഥാന പ്രസിഡന്റ് P വിജയമ്മ, CITU നേതാവ് PV കുഞ്ഞപ്പൻ എന്നിവരും സംസാരിച്ചു. കേരളത്തിലെ ഇടതുപക്ഷം ദുർബലമായ പ്രസ്ഥാനമായി മാറിയെന്ന് കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ K സുധാകരൻ പിലാത്രയിൽ UDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPM ദുർബലമായ ഒരു പാർട്ടിയായി മാറി. 2.5 ലക്ഷത്തോളം DYFIക്കാരും 27 ലക്ഷത്തോളം CPIMകാരും പാർട്ടി വിട്ടിരിക്കുന്നു. CPIMന് സമരമുഖത്ത് ആളെ കിട്ടാനില്ലെന്ന് എളമരം കരീമിനെ പോലെയുള്ളവർ പരസ്യമായി പറഞ്ഞതാണെന്നും K സുധാകരൻ പറഞ്ഞു. N നാരായണൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മാടായി ബ്ലോക്ക് പ്രസിഡന്റായി തിരഞ്ഞെടുത്ത PP കരുണാകരന്റെ സ്ഥാനാരോഹണ ചടങ്ങും പരിപാടിയുടെ ഭാഗമായി നടന്നു. മുൻമന്ത്രി KP നൂർദ്ദീൻ, DCC പ്രസിഡന്റ് K സുരേന്ദ്രൻ, കാപ്പാടൻ ശശിധരൻ, NB ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ, അജിത് മാട്ടൂൽ, VN എരിപുരം, K ധനലക്ഷ്മി, M സനൽകുമാർ, PP കരുണാകരൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. പയ്യന്നൂർ നഗര റോഡ് വീണ്ടും ചെളിക്കുളമായി. കഴിഞ്ഞ ദിവസം കരാറുകാരൻ റോഡിൽ മണ്ണിട്ടതാണ് റോഡ് കൂടുതൽ ശോച്യാവസ്ഥയിലാവാൻ കാരണം. പൊട്ടിത്തകർന്ന റോഡിൽ ടാറിംഗ് വൈകാനും സാധ്യതയുണ്ട്. തിരഞ്ഞെടുപ്പ് കഴിയും വരെ ദുരിതം അനുഭവിക്കേണ്ടി വരും. ഇത് ആര് ചെയ്ത പാപമാണ് നമ്മൾ പേറുന്നത്? പയ്യന്നൂരിലെത്തുന്നവർ ചോദിക്കുന്ന ചോദ്യമാണിത്. പൊട്ടിത്തകർന്ന റോഡ് കൂടുതൽ കുളമാക്കിയിരിക്കുകയാണ് അധികൃതർ. തകർന്ന റോഡിൽ മണ്ണിട്ടതാണ് പ്രശ്നം സങ്കീർണമാക്കിയിരിക്കുന്നത്. ചളിയും വെള്ളവും പൊതിഞ്ഞ് നഗര റോഡ് ഉഴുതുമറിച്ച അവസ്ഥയിലാണുള്ളത്.
വാഹനങ്ങൾ ഏറെ കഷ്ടപ്പെട്ടാണ് കടന്നുപോകുന്നതും കാൽനട യാത്രികരാണ് കൂടുതൽ ദുരിതം പേറുന്നത്. ഈ ദൃശ്യം പകർത്തുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി അടൂർ പ്രകാശും ഇതുവഴി കടന്നുപോയി. അവർക്കറിയില്ലല്ലോ പയ്യന്നൂരിലെ ജനങ്ങളുടെ ദുരിതം. പയ്യന്നൂരിലെ പ്രധാന റോഡിൻ്റെ ടാറിംഗ് പ്രവൃത്തി തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കില്ലെന്നാണ് സൂചന. തുലാവർഷവും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിടൽ പ്രവൃത്തിയും ബാക്കി നിൽക്കുന്നതിനാലാണ് ഫണ്ട് പാസ്സായ പ്രവൃത്തി പോലും വൈകാൻ കാരണമായിരിക്കുന്നത്. നിലവിൽ പെരുമ്പ മുതൽ കരിഞ്ചാമുണ്ടി ക്ഷേത്രം വരെയുള്ള റോഡിൻ്റെ ടാറിങ്ങിനാണ് സർക്കാർ അനുമതി നൽകിയിട്ടുള്ളത്. മഴ മാറാതെ ടാറിംഗ് ചെയ്യാൻ പറ്റാത്തതിനാൽ നവംബർ 15 ശേഷമേ ടാറിംഗ് നടത്താനാകൂ എന്നാണ് PWD അധികൃതർ പറയുന്നത്. ചെറുപുഴയിലെ ബീവറേജ് ഔട്ട്ലെറ്റ് പൂട്ടി. ഇനി മലയോരത്ത് വ്യാജമദ്യം ഒഴുകും. കേരള ഗവൺമെന്റിന്റെ മദ്യനയത്തിന്റെ ഭാഗമായി കേരളത്തിൽ അടച്ചുപൂട്ടപ്പെട്ട വിദേശ മദ്യശാലകളിലൊന്നാണ് ചെറുപുഴയിലേത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള മദ്യശാലകളിൽ ഒന്നാണിത്. അതുകൊണ്ടുതന്നെ മദ്യപാനികളുടെ എണ്ണവും വളരെ കൂടുതലാണെന്ന് മനസ്സിലാക്കാം. ഇവിടം വിട്ടുകഴിഞ്ഞാൽ 30 കിലോമീറ്റർ ദൂരത്തിൽ മാത്രമേ വിദേശ മദ്യ ഷാപ്പുള്ളൂ. ഈ ഷോപ്പ് നിലനിൽക്കെ തന്നെ ഈ പ്രദേശങ്ങളിൽ നാടൻ വാറ്റ് വ്യാപകമായിട്ടുണ്ട്. ഇതുകൂടിയാകുമ്പോൾ വ്യാജമദ്യ വിൽപ്പന വർദ്ധിക്കുകയല്ലാതെ മറ്റൊരു ഗുണവും നാടിന് ഉണ്ടാവുകയില്ല. എൻ രാമകൃഷ്ണൻ അനുസ്മരണ സമ്മേളനം ടോപ്പ് ഫോം ഓഡിറ്റോറിയത്തിൽ നടന്നു. KPCC ജനറൽ സെക്രട്ടറി KP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അദ്ദേഹത്തിന്റെ അവസാന നാളുകളിൽ അദ്ദേഹത്തിന് വേണ്ടത്ര പരിചരണം കിട്ടിയോ ഇല്ലയോ എന്ന് എനിക്ക് പറയുവാൻ സാധിക്കില്ല. അത് മനുഷ്യ സഹജമാണ്. പ്രതാപങ്ങളിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആൾക്കൂട്ടവും പ്രതാപകാലത്തുണ്ടാകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ട് മുന്നേറുന്ന ഇക്കാലത്ത് എൻ രാമകൃഷ്ണനെ കണ്ണൂരിലെ കോൺഗ്രസ് വീണ്ടും ഓർക്കുകയാണ്. അദ്ദേഹം പടപൊരുതിയത് കോൺഗ്രസിനെ കെട്ടിപ്പടുക്കാനും ശക്തിപ്പെടുത്താനും വേണ്ടിയായിരുന്നു. എന്നാൽ ജീവിതാന്ത്യത്തിൽ NRന് വേണ്ടത്ര പരിഗണന കിട്ടിയോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പ്രതാപകാലത്തുണ്ടാകുന്ന ആൾക്കൂട്ടവും തിരക്കും അങ്ങനെ അല്ലാതിരിക്കുമ്പോഴുണ്ടാവില്ല എന്നത് രാഷ്ട്രീയത്തിലും ഒരു യാഥാർത്ഥ്യമാണ്. ഇത് ആരും ബോധപൂർവം ചെയ്യുന്നതാകണമെന്നില്ല. എൻ രാമകൃഷ്ണൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് KPCC ജനറൽ സെക്രട്ടറി KP അനിൽകുമാർ പറഞ്ഞു. KP രാജേന്ദ്രകുമാർ അനുസ്മരണ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. M അബ്ദുറഹിമാനാണ് NR അനുസ്മരണ പ്രഭാഷണം നടത്തിയത്. KPCC മെമ്പർ M നാരായണൻകുട്ടി, അമൃത രാമകൃഷ്ണൻ, അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ, ജയകൃഷ്ണൻ, VC നാരായണൻ, അഡ്വക്കേറ്റ് വിനോദ് ചീമേനി, KM ശ്രീധരൻ, KP ശ്രീധരൻ, അബ്ദുൾ ഗഫൂർ, മഹേഷ് കുന്നുമ്മൽ, KT ഹരീഷ് എന്നിവരും അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിച്ചു. മുനിസിപ്പാലിറ്റി മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നതിനുള്ള വികസന സെമിനാർ ഗാന്ധി പാർക്കിൽ നടന്നു. C കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പാലിറ്റി മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നതിനായാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത്. സെമിനാർ C കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. കരട് വികസന രേഖ CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി ടി മധുസൂദനൻ അവതരിപ്പിച്ചു. വിശാലമായ തരത്തിൽ മുനിസിപ്പാലിറ്റി തയ്യാറാക്കുന്ന പദ്ധതിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് വാർഡുകളിൽ ഏതൊക്കെ കാര്യങ്ങൾ നടപ്പിലാക്കണം, അത്തരം നിർദ്ദേശങ്ങൾ വലിയ നിലയിൽ ഈ പ്രാദേശികാടിസ്ഥാനത്തിൽ വെച്ചിട്ടുള്ള പെട്ടികളിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുനിസിപ്പൽ തല കമ്മിറ്റിക്ക് ലഭിക്കുകയുണ്ട്. അപ്പോൾ അത് വാർഡ് തലത്തിൽ വരെ എത്തേണ്ട കാര്യങ്ങളെന്ന നിലയ്ക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ ഒരു രേഖയിൽ KV ബാബു അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, മുൻ ചെയർമാൻ GD നായർ, അഡ്വക്കേറ്റ് P സന്തോഷ്, M രാമകൃഷ്ണൻ, TCV ബാലകൃഷ്ണൻ, P ജയൻ, TP സുനിൽകുമാർ, AV തമ്പാൻ, ഇക്ബാൽ പോപ്പുലർ, മുനിസിപ്പൽ LDF കൺവീനർ K രാഘവൻ എന്നിവർ സംബന്ധിച്ചു. തൃക്കരിപ്പൂർ രാജീവ് ഗാന്ധി ഫാർമസി കോളേജിൽ പുതുതായി നിർമ്മിച്ച കേന്ദ്രീകൃത ലാബിന്റെയും എംഫാം ബ്ലോക്കിന്റെയും ഉദ്ഘാടനം കേരള ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ MKC നായർ നിർവഹിച്ചു. കാശുണ്ടാക്കാൻ വേണ്ടി മാത്രമാകരുത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെന്നും VC. ഒരു സ്ഥാപനം എങ്ങനെ മാന്യമായിട്ട് നടത്തിക്കൊണ്ട് പോകും, അതിൻ്റെ ഒരു മോഡൽ എന്നുള്ളതാണ്. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു, വളരെ നല്ല കാര്യമാണ്. ഇതാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ മോഡൽ എന്ന് പറയുന്നത്. ഇതായിരിക്കണം അതിന്റെ മോട്ടീവ് എന്ന് പറയുന്നത്. എപ്പോഴും കാശുണ്ടാക്കാൻ വേണ്ടി മാത്രം നടത്തുന്നതാവരുത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെന്നും വിദ്യയ്ക്ക് മുൻഗണന നൽകാൻ തയ്യാറാവണമെന്നും കേരള ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ MKC നായർ തൃക്കരിപ്പൂർ രാജീവ് ഗാന്ധി ഫാർമസി കോളേജിൽ എംഫാം ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഠിപ്പിക്കാൻ കഴിവുള്ളവരാവണം അധ്യാപകർ. അതോടൊപ്പം കുട്ടികളെ സ്നേഹിക്കാനും അറിയണം.
വിദ്യയും യുക്തിയും സന്ധിച്ചാൽ മാത്രമേ ജീവിത വിജയം നേടാനാവൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രിൻസിപ്പൽ എം പരിതാവി അധ്യക്ഷത വഹിച്ചു. കോളേജ് മാഗസിൻ സ്റ്റാഫ് എഡിറ്റർ സജിത്ത് എം, സ്റ്റുഡന്റ് എഡിറ്റർ ശാലിൻ സി, CH അബ്ദുൾ റഹീം, ഡോക്ടർ അരുൺകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ചെറുകിട നാമമാത്ര കർഷകർക്കുള്ള പെൻഷൻ നിലച്ചു. കഴിഞ്ഞ ഒരു വർഷമായി ഇവർക്ക് പെൻഷൻ ലഭിക്കുന്നില്ലെന്ന് ആക്ഷേപം. കൃഷിഭവനുകൾ വഴി സർക്കാർ നൽകുന്ന പെൻഷൻ ഒരു വർഷമായി മുടങ്ങിക്കിടക്കുകയാണ്. 10 സെന്റ് കൃഷിഭൂമിയും 60 വയസ്സ് പ്രായവുമുള്ള ചെറുകിട നാമമാത്ര കർഷകർക്കാണ് സർക്കാർ പെൻഷൻ അനുവദിച്ചത്. 600 രൂപയാണ് നിലവിൽ പെൻഷൻ തുക. അവസാനമായി ലഭിച്ചത് 2014 ആഗസ്റ്റിലാണ്. അനുവദിച്ചവർക്ക് പെൻഷൻ ലഭിക്കുന്നില്ലെങ്കിലും പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. കൃഷി ഓഫീസർ കൺവീനറും പഞ്ചായത്ത് സെക്രട്ടറി ചെയർമാനും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, കർഷക സംഘടനാ പ്രതിനിധികൾ എന്നിവർ ഉൾപ്പെട്ട കമ്മിറ്റിയാണ് അപേക്ഷകൾ അംഗീകരിക്കുക. ചെറുകിട നാമമാത്ര കർഷകർക്കുള്ള പെൻഷൻ പദ്ധതിയിൽ കഴിഞ്ഞ 2014 ആഗസ്റ്റ് മാസം വരെയുള്ള മുഴുവൻ തുകയും കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനുശേഷമുള്ള തുക ഗവൺമെൻറ്റിൽ നിന്നും ലഭ്യമാവുന്ന മുറക്ക് കർഷകരുടെ അക്കൗണ്ടുകളിൽ എത്തിക്കാനുള്ള പരിശ്രമം കൃഷിഭവൻ നടത്തി വരുന്നുണ്ട്. കാർഷിക വിളകളുടെ വിലത്തകർച്ച മൂലം പ്രയാസം നേരിടുന്ന കർഷകർ, പ്രായാധിക്യത്താൽ രോഗം ബാധിച്ച കർഷകർ എന്നിവർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പെൻഷൻ മുടങ്ങിയതോടെ ജീവിതം ദുരിതത്തിലായ നിലയിലാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മഹാത്മജിയെ വെടിവെച്ചു കൊന്ന ഗോഡ്സേക്ക് അമ്പലം കെട്ടി ആരാധിക്കുന്ന കാലമാണിതെന്നും ഗാന്ധിജിയെ അപമാനിക്കുന്നത് രാജ്യദ്രോഹമാണെന്നും ജില്ലാ പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമായ ഡോക്ടർ KV ഫിലോമിന അഭിപ്രായപ്പെട്ടു. രാമന്തളി മഹാത്മാ സ്മാരക കൾച്ചറൽ സെന്ററിന്റെ ഗാന്ധി ജയന്തി ആഘോഷവും അനുമോദന യോഗവും ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അവർ. ഗാന്ധിജിയെ വധിച്ച വിനായക് നാഥുറാം ഗോഡ്സേക്ക് അമ്പലം പണിയുകയും പ്രതിമ നിർമ്മിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദുരന്ത കാലഘട്ടത്തിന്റെ വക്കിൽ നമ്മൾ എത്തി നിൽക്കുന്നു. മതേതരത്വം ഇന്ന് വലിയ ഭീഷണിയിലാണ്. അതേപോലെ ഫാസിസവും വർഗീയതയും ഒക്കെ കുണ്ടമുനയിൽ നിന്ന് നമ്മളെ ഇങ്ങനെ തുറച്ചു നോക്കുമ്പോൾ നമ്മൾ വീണ്ടും ഗാന്ധിജി ഊന്നുവടിയുമായി എത്തിയെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകുന്നത് വെറുതെ. ഗാന്ധിജിയെ കൊന്ന ഗോഡ്സേക്ക് അമ്പലവും പ്രതിമയും പണിയുന്ന ദുരന്ത കാലഘട്ടത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. മതേതരത്വം ഇന്ന് വലിയ ഭീഷണിയിലാണെന്നും ഫാസിസവും വർഗീയതയും ഒക്കെ തുറിച്ചു നോക്കുമ്പോൾ ഗാന്ധിജി ഊന്നുവടിയുമായി എത്തിയെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുകയാണെന്നും അവർ പറഞ്ഞു. അഹിംസയും സത്യസന്ധതയും ആയുധമാക്കിക്കൊണ്ട് സ്വാതന്ത്ര്യം നേടിത്തരാൻ നടത്തിയ പോരാട്ടങ്ങൾക്കപ്പുറം ഗാന്ധിജി സമൂഹത്തിനുണ്ടായ എല്ലാ തിന്മകൾക്കെതിരെ പ്രസംഗിക്കുകയും ചെയ്തിരുന്നു. കൾച്ചറൽ സെന്റർ പ്രസിഡന്റ് KM തമ്പാൻ അധ്യക്ഷനായിരുന്നു. ജർമ്മനിയിലെ ഹോഹൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഓർഗാനിക് കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് നേടിയ കവിതാ സുധീന്ദ്രനെയും SLC +2 വിജയികൾക്കും ഉപഹാരം നൽകി അനുമോദിച്ചു. വൈദ്യസഹായ വിതരണവും നടന്നു. ഡോക്ടർ E ശ്രീധരൻ, TK പ്രീത, EC ഭാസ്കരൻ, PV സുരേന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. പരിപാടിയുടെ മുന്നോടിയായി ക്വിസ് മത്സരവും സംഘടിപ്പിച്ചിരുന്നു. പുഞ്ചക്കാട് സെന്റ് മേരീസ് UP സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. C കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ജൂബിലി ആഘോഷത്തിന് തുടക്കം കുറിച്ച് വർണ്ണശബളമായ വിളംബര ഘോഷയാത്രയും നടന്നു. പയ്യന്നൂർ CI PK മണി ഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. തുടർന്ന് സ്കൂളിൽ നടന്ന സമ്മേളനം C കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ KV ലളിത അധ്യക്ഷയായി. നാട്ടു സംസ്കൃതി ഡയറക്ടർ ഡോക്ടർ RC കരിപ്പത്ത് മുഖ്യപ്രഭാഷണം നടത്തി. പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് സെന്റ് മേരീസ് UP സ്കൂൾ ബാൻഡ് പരിശീലിപ്പിച്ച KV ജയറാമിന് ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി അനുമോദിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഈശ്വരി ബാലകൃഷ്ണൻ, M വാസന്തി, അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ, PP ശോഭന, പിലാക്കൽ അശോകൻ, T സരോജിനി, M പ്രദീപൻ, സുശീല ബി, സിസ്റ്റർ വിനയ, ഫാദർ ജിനോ ചക്കാലക്കൽ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ VM രാജീവൻ, ജോസഫ് ജോർജ്, അനീഷ റൊണാൾഡ്, C നാരായണൻ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. സ്വാഗത സംഘം ചെയർമാൻ TTV രാഘവൻ മാസ്റ്റർ സ്വാഗതവും പ്രധാനാധ്യാപിക സിസ്റ്റർ അനീഷ നന്ദിയും പറഞ്ഞു. ചിത്രശലഭങ്ങളുടെ അത്ഭുത ലോകത്തെ പരിചയപ്പെടുത്തി പച്ചോല സഹവാസ ക്യാമ്പ്. പയ്യന്നൂർ സീക്കും ഇടയിലക്കാട് നവോദയ വായനശാലയും ഗ്രീൻ കമ്മ്യൂണിറ്റി കാസർകോടും സംയുക്തമായാണ് ത്രിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അത്ഭുതം വിടർത്തുന്ന മനോഹാരിത നിറഞ്ഞൊഴുകുന്ന ചിത്രശലഭ നിരീക്ഷണം വിദ്യാർത്ഥികളിൽ മധുരാനുഭവം പകർന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശലഭമായ ഗരുഡശലഭം തൊട്ട് പൊട്ടുവെള്ളാട്ടിയും ഇരുതലച്ചിയും അടക്കമുള്ള ചെറുശലഭങ്ങൾ വരെ 50ഓളം ശലഭങ്ങളെ റാഫി പനങ്ങാട്ടൂരും ആനന്ദ് പേക്കടവുമാണ് കുട്ടികൾക്ക് പരിചയപ്പെടുത്തിയത്.
നാട്ടിലെ കൊച്ചുകുട്ടികളും കോളേജ് വിദ്യാർത്ഥികളും അടക്കമുള്ള നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. അശോകം, കോവൽ എന്നീ ഔഷധ സസ്യങ്ങൾ ക്യാമ്പിന്റെ ഭാഗമായി സമീപത്തെ 50ഓളം വീടുകളിൽ വിതരണം ചെയ്തു. ആഹാരം, ആരോഗ്യം എന്നിവയെക്കുറിച്ചുള്ള ബോധവൽക്കരണ നോട്ടീസുകൾ വീടുകളിലും യാത്രക്കാരിലും കൈമാറുകയും ചെയ്തു. ഔഷധ സസ്യങ്ങളെക്കുറിച്ച് KV കൃഷ്ണപ്രസാദ് വൈദ്യർ ക്ലാസ് എടുത്തു. തീരദേശത്തിന്റെ ആവാസ വ്യവസ്ഥയും ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളും കണ്ടറിഞ്ഞ ജലയാത്ര, വലിയ പറമ്പ് കടൽ തീരത്തെ അസ്തമയാസ്വാദനം, പക്ഷികളെയും പൂമ്പാറ്റകളെയും പറ്റിയുള്ള സ്ലൈഡ് ഷോ എന്നിവയും ക്യാമ്പിനെ വ്യത്യസ്തമാക്കി. ക്യാമ്പ് ഇടയിലേക്കാട് കാവിലെ വാനര സംരക്ഷക ചാലിൽ മാണിക്യം ഉദ്ഘാടനം ചെയ്തു. സീക്ക് ഡയറക്ടർ TP പത്മനാഭൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. PV പ്രഭാകരൻ അധ്യക്ഷനായി. P വേണുഗോപാലൻ, ശശിധരൻ മനേക്കര, KV ജിജു എന്നിവർ ക്ലാസ് എടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഈസ്റ്റ് എളേരി പഞ്ചായത്ത് ചിറ്റാരിക്കൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഈസ്റ്റ് എളേരി പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ നിർവഹിച്ചു. മേരിക്കുട്ടി ജെയിംസ് അധ്യക്ഷത വഹിച്ചു. ജെസി ടോം, മോഹൻ കാളിയാട്ട്, സണ്ണി തുടങ്ങിയവർ പ്രസംഗിച്ചു. പക്ഷേ സാങ്കേതികവശാൽ നമുക്ക് ഈ 5 മുഖ്യമന്ത്രിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു, നടന്നില്ല. അതിലിപ്പോൾ 4 ഉദ്ഘാടനം പൂർത്തീകരിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ചെയ്യുവാനുള്ളത്, ഞങ്ങൾ ഒക്ടോബർ 2 ആയിരുന്നു ബസ് സ്റ്റാൻഡിന്റെ ഇനാഗുറേഷൻ ആലോചിച്ചിരുന്നത്. പക്ഷേ മഴയും പിന്നെ മറ്റൊന്നുണ്ട്, ശരിയായ രീതിയിൽ പ്രവർത്തന സജ്ജമായിട്ട് മാത്രം. നാടെങ്ങും തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുമ്പോഴും തെരുവുനായ്ക്കളുടെ വ്യാപനം നിയന്ത്രിക്കാനായി നിർദ്ദേശങ്ങൾ നൽകിയും ബോധവൽക്കരണം നടത്തിയുമാണ് മൃഗസ്നേഹിയും ഡോഗ് ട്രെയിനറുമായ കരിവള്ളൂർ ഓണക്കുന്നിലെ ചേരിമഠത്തിലെ ശ്രീലത എന്ന വീട്ടമ്മ. തെരുവുനായ്ക്കൾ വ്യാപിക്കുന്നതിന്റെ പ്രധാന കാരണം കണ്ടെത്തി അവയ്ക്ക് പരിഹാരം കാണാതെ നായ്ക്കളെ ഉന്മൂലനം ചെയ്യുന്ന അധികൃതർ പ്രശ്നത്തിൽ നിന്നും എന്തൊക്കെയോ പറഞ്ഞ് തടിയൂരുന്നതിനെതിരെയും ശ്രീലതയ്ക്ക് തന്റേതായ അഭിപ്രായമുണ്ട്. മനുഷ്യൻ എത്രത്തോളം മാറുന്നു അതിനനുസരിച്ച് ഇതുപോലെയുള്ള ഈ ജീവജാലങ്ങളെ, മിണ്ടാപ്രാണികളെ കാര്യങ്ങൾ നമുക്ക് കുറേ നിയന്ത്രിക്കാൻ പറ്റും. അതാരും ചെയ്യുന്നില്ല. അപ്പം ഞാനിപ്പം ഈ ഒരു സംഭവത്തോടെ ഒരു മെസ്സേജ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇത്രയും കാലം നമ്മളെല്ലാവരും പറഞ്ഞു, ഇനി നായി പറയട്ടെ എന്നുള്ളതാണ്. ഒരു തെരുവ് നായി പറയുന്ന അതായത് അവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, അവരുടെ ഉള്ളിൽ എന്തെല്ലാം മാറ്റങ്ങൾ നമ്മൾ കാരണം അവർക്ക് ഉണ്ടാവും എന്നുള്ളത് നായ മനുഷ്യനോട് പറയുന്ന ഒരു മെസ്സേജ്. അതാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തെരുവ് നായ്ക്കൾ വ്യാപിക്കാനുള്ള പ്രധാന കാരണം മാലിന്യം വലിച്ചെറിയുന്നതും മാലിന്യ സംസ്കരണത്തിന് സംവിധാനമൊരുക്കാത്തതുമാണ്. ഭക്ഷണം കിട്ടാതെ വലിയുന്ന നായകൾ അലിയുന്നതും അതിക്രമം കാണിക്കുന്നതും പതിവ് സംഭവങ്ങളാകുന്നു. ജനങ്ങൾക്കും അധികൃതർക്കുമായി നിരവധി നിർദ്ദേശങ്ങളടങ്ങിയ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുകയാണ് ശ്രീലത. CPIM 16-ാം വാർഡ് മതേതര സംഗമം കണ്ടോത്ത് SN വായനശാല പരിസരത്ത് നടന്നു. KV പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. നഗരസഭ വൈസ് ചെയർമാൻ KK ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. നാടിന്റെ മതേതരത്വ ജനാധിപത്യ പാരമ്പര്യത്തെ നിലനിർത്താനും ശക്തിപ്പെടുത്താനും മുഴുവൻ ആളുകളെയും അണിനിരത്തിക്കൊണ്ട് വാർഡ് തലങ്ങളിൽ വർഗീയവിരുദ്ധ സെമിനാർ നടത്തുന്നതിന്റെ ഭാഗമായി CPIM 16-ാം വാർഡ് മതേതര കൂട്ടായ്മ കണ്ടോത്ത് SN വായനശാല പരിസരത്ത് നടന്നു. കൂട്ടായ്മ KV പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർമാൻ KK ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ NV കോരൻ, KK ഗോവിന്ദൻ, PP അനോജ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. താവം പബ്ലിക് ലൈബ്രറി 40-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സാംസ്കാരിക ഘോഷയാത്രയും വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു. നിരവധി പേർ പരിപാടിയിൽ പങ്കാളികളായി. നാടിന് ഉത്സവച്ചായ പകർന്ന ഘോഷയാത്ര താവം റെയിൽവേ ഗേറ്റ് പരിസരത്ത് നിന്നും ആരംഭിച്ച താവം പബ്ലിക് ലൈബ്രറിക്ക് സമീപം സമാപിച്ചു. വിവിധ കലാരൂപങ്ങളും ശിങ്കാരിമേളവും ഘോഷയാത്രക്ക് മാറ്റുകൂട്ടി. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.
CPIM 15-ാം വാർഡ് മതേതര സംഗമം മതസൗഹാർദ്ദ റാലിയോടെ നടന്നു. ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. CPIM 15-ാം വാർഡ് മതേതര കൂട്ടായ്മ 15-ാം വാർഡ് വികസന സമിതിയുടെയും ADS കൂട്ടായ്മയുടെയും ആഭിമുഖ്യത്തിൽ മതസൗഹാർദ്ദ റാലിയോടുകൂടി നടന്നു. ആനച്ചേരി കോട്ടത്തു നിന്നും ആരംഭിച്ച റാലി കണ്ടോത്തറ, അമ്പലത്തറ ഭാഗങ്ങൾ വഴി അബൂബക്കർ സിദ്ദിഖ് മസ്ജിദ് പരിസരത്ത് സമാപിച്ചു. സമാപന പരിപാടി ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ K പവിത്രൻ അധ്യക്ഷത വഹിച്ചു. PP ബിന്ദു, ബാലാമണി എന്നിവർ സംസാരിച്ചു. CPIM തെക്കേമമ്പലം ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ സ്വരൂപിച്ച ഹക്കീം കുടുംബസഹായ ഫണ്ട് കുടുംബത്തിന് കൈമാറി. CPI പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TI മധുസൂദനൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. അബ്ദുൾ ഹക്കീമിന്റെ കുടുംബത്തെ സഹായിക്കാൻ CPIM തെക്കേമമ്പലം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ സ്വരൂപിച്ച ഫണ്ടാണ് CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TI മധുസൂദനൻ ഹക്കീമിന്റെ കുടുംബത്തിന് കൈമാറിയത്. ഇന്ന് പ്രായമുള്ളവർ നേരിടുന്ന പ്രശ്നങ്ങൾ നാളെ നമുക്കെല്ലാം ബാധകമല്ലേ എന്ന് തോന്നിപ്പോകും. ഞാനിത് പറയുന്നത് മനുഷ്യത്വത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, മാനവികതയുടെ ഒക്കെ ഒരു അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഒരു കുടുംബത്തിന് എങ്ങനെയാണ് നമുക്ക് അവർക്കൊരു താങ്ങായി ചെറിയ നിലയിലെങ്കിലും നിൽക്കാൻ സാധിക്കുക എന്നുള്ളതിൻ്റെ ഒരു പരിശ്രമമാണ്. തെക്കേമമ്പലം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ M പ്രദീപൻ ചെയർമാനും K കമലാക്ഷൻ കൺവീനറുമായി രൂപീകരിക്കപ്പെട്ട കുടുംബസഹായ കേസ് നടത്തിപ്പ് കമ്മിറ്റിയാണ് ഫണ്ട് ശേഖരിച്ചത്. ഹക്കീമിന്റെ ഭാര്യ സീനത്തിനെ കൊണ്ട് CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി കൊടുപ്പിച്ചതും ഇതേ കമ്മിറ്റിയാണ്. യോഗത്തിൽ K രാഘവൻ, M പ്രദീപൻ, പ്രസാദ്, ആനന്ദൻ എന്നിവർ സംബന്ധിച്ചു. ഒരു തേങ്ങയ്ക്കുള്ളിൽ 2 തേങ്ങ. ചീമേനി നെടുമ്പയിലെ ജോണിയുടെ വീട്ടിൽ തേങ്ങ പൊട്ടിച്ചപ്പോഴായിരുന്നു ഈ കൗതുക കാഴ്ച. ഒരു തേങ്ങയ്ക്കുള്ളിലെ മറ്റ് 2 തേങ്ങകൾ നാട്ടുകാർക്ക് കൗതുകമായി. ജോണിയുടെ ഭാര്യ സിന്ധു രാത്രി തേങ്ങ പൊട്ടിച്ചപ്പോഴായിരുന്നു ഈ കൗതുക കാഴ്ച. തേങ്ങയ്ക്കുള്ളിൽ മറ്റൊരു ചിരട്ട. തേങ്ങയെ 2ആയി പകുത്ത് കാണാമായിരുന്നു. തേങ്ങയുടെ സാധാരണ 3 കണ്ണിനു പകരം 4 കണ്ണുമുണ്ടായിരുന്നു. ഏതായാലും തേങ്ങ സിന്ധു സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് IAY പദ്ധതി 2014-15 വർഷത്തെ ഗുണഭോക്താക്കൾക്കുള്ള വീടിന്റെ താക്കോൽദാനവും സംസ്ഥാന വിഹിത വിതരണവും ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. പ്രസിഡന്റ് PV ഗൗരി ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV ദാമോദരൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി PM രാജീവ്, KV രാധാമണി, P അജിത, ഉല്ലാസൻ M എന്നിവർ പ്രസംഗിച്ചു. കേളപ്പൻ സർവീസ് സെന്റർ, യുവവേദി, മഹാത്മാ സൗഹൃദവേദി, അന്നൂർ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. ഗാന്ധി ജയന്തി വാരാഘോഷത്തിന്റെ ഭാഗമായാണ് റാലി നടന്നത്. അന്നൂർ മഹാത്മാ ബാലവേദിയുടെ നേതൃത്വത്തിലാണ് ലഹരി വിരുദ്ധ സൈക്കിൾ റാലി സംഘടിപ്പിച്ചത്. സൈക്കിൾ യൂസേഴ്സ് ഫോറം രക്ഷാധികാരി K രാമചന്ദ്രൻ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. നിരവധി പേർ റാലിയിൽ അണിനിരന്നു. റാലിക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. തുടർന്ന് അന്നൂർ കേളപ്പജി സ്മാരക വില്ലേജ് ഹാൾ പരിസരത്ത് റാലി സമാപിച്ചു. പയ്യന്നൂർ സർവോദയ മണ്ഡലം സെക്രട്ടറി AK ഗോവിന്ദൻ മാസ്റ്റർ സമാപന സന്ദേശവും നൽകി. അന്നൂർ മഹാത്മാ സൗഹൃദവേദി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ബാലവേദി കുട്ടികളുടെ ലഹരി വിരുദ്ധ സൈക്കിൾ റാലി ഇവിടെ എത്തിച്ചേർത്തിരിക്കുകയാണ്. പയ്യന്നൂരിന്റെ കായിക രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന PV ശ്രീധരൻ മാസ്റ്റർ അനുസ്മരണം പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂളിൽ നടന്നു. അരനൂറ്റാണ്ടുകാലം പയ്യന്നൂരിന്റെ കായിക രംഗത്ത് നിറസാന്നിധ്യമായിരുന്നു PV ശ്രീധരൻ മാസ്റ്റർ. പ്രഗത്ഭനായ കായിക താരം, കായികാധ്യാപകൻ, സംസ്ഥാന ദേശീയ മത്സരങ്ങളുടെ സംഘാടകൻ, റഫറി, വോളിബോൾ, അത്ലറ്റിക്സ്, ഖോഖോ എന്നിനങ്ങളിൽ തന്റെ പരിശീലന കളരിയിലൂടെ നിരവധി കായിക താരങ്ങളെ വളർത്തിയെടുത്താണ് ശ്രീധരൻ മാസ്റ്റർ ഓർമ്മയായത്. PV ശ്രീധരൻ മാസ്റ്ററുടെ അനുസ്മരണം A കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ AK കൃഷ്ണൻ മാസ്റ്റർ ഓഡിറ്റോറിയത്തിൽ C കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ശ്രീധരൻ മാസ്റ്ററെ അനുസ്മരിക്കുന്നതോടൊപ്പം തന്നെ കായിക മേഖല ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളുണ്ട്. അത് എന്തൊക്കെയാണ് എന്നുള്ളത് കണ്ടറിഞ്ഞ് ഇവിടെ ഫലപ്രദമായിട്ടുള്ള നടപടികൾ, ക്രിയാത്മകമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് പയ്യന്നൂർ സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് TI മധുസൂദനൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, പ്രൊഫസർ MV ഭരതൻ, VP പവിത്രൻ, GD നായർ, KJ രാജ്, PM ഉണ്ണികൃഷ്ണൻ അടിയോടി തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. പയ്യന്നൂർ വിവരാവകാശ ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ അനുമോദനവും സംവാദ സദസ്സും സംഘടിപ്പിച്ചു. വിവരാവകാശ നിയമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് മരിയ ക്ലാസ് എടുത്തു.
ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കേണ്ട കൂലി ലഭിക്കുന്നില്ല. അല്ലെങ്കിൽ മസ്റ്റർ റോളിൽ ഞങ്ങളുടെ പേരുകൾ എഴുതി ചേർക്കുന്നു. പേരുകൾ എഴുതി ചേർക്കാത്തവർക്ക് വേണ്ടിയിട്ടും അവർ കൂലി സർക്കാരിൽ നിന്ന് വാങ്ങുന്നു. പക്ഷെ ഞങ്ങൾക്ക് ആ കൂലി തരുന്നില്ല. തരുന്നവർക്ക് രൂപ എത്ര കൊടുക്കുന്നു, അനുവദിച്ച സംഖ്യ കൊടുക്കുന്നില്ല. ഇങ്ങനെയുള്ള കാര്യം. ഉപഹാര സമർപ്പണവും ചടങ്ങിന്റെ ഉദ്ഘാടനവും ശ്രീകൃഷ്ണൻ MLA നിർവഹിച്ചു. അഡ്വക്കേറ്റ് KK നായർ ചടങ്ങിൽ അധ്യക്ഷനായി. അവാർഡിനർഹരായവരെ പത്മൻ കോഴൂർ പരിചയപ്പെടുത്തി. ഡോക്ടർ ഭാഗ്യലക്ഷ്മി, ജിനേഷ് കുമാർ അരമം, KK സുരേഷ് കുമാർ എന്നിവർ മറുപടി പ്രസംഗവും നടത്തി. അപ്പുക്കുട്ടൻകാരയിൽ സ്വാഗതം ആശംസിച്ചു. തുടർന്ന് വിവരാവകാശ നിയമവും രാഷ്ട്രീയ പാർട്ടികളും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് മരിയ ക്ലാസ് എടുത്തു. മുൻ MLA M പ്രകാശൻ മാസ്റ്റർ, CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് P സന്തോഷ് കുമാർ, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, അഡ്വക്കേറ്റ് AV കേശവൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ഡോക്ടർ KNK നമ്പൂതിരി ക്രോഡീകരണവും നടത്തി. തങ്കയം നവജീവൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് വായനശാല ഗ്രന്ഥാലയം ബാലവേദി രൂപീകരണത്തിന്റെ ഭാഗമായി പഠന ക്ലാസ് സംഘടിപ്പിച്ചു. VV രവീന്ദ്രൻ ക്ലാസ് എടുത്തു. ഓട്ട മത്സരം ഉണ്ടെങ്കിൽ ഇന്ത്യക്ക് ഫസ്റ്റ് തന്നെ. അങ്ങനത്തെ അങ്ങനെ കാട്ടില് ഓടുമ്പോ കാണുന്നില്ല. ബാലവേദിയുടെ രൂപീകരണത്തിന്റെ ഭാഗമായി പഠന ക്ലാസും നടന്നു. VV രവീന്ദ്രൻ മാസ്റ്റർ കുട്ടികളുമായി സംവദിച്ചു. K തമ്പാൻ അധ്യക്ഷനായി. K ഷൈജു സ്വാഗതവും AP ഷിബു നന്ദിയും പറഞ്ഞു. നിരവധി കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തു. പയ്യന്നൂർ റേഞ്ച് കള്ളുചെത്ത് സഹകരണ സംഘം ഓഫീസ് കെട്ടിടോദ്ഘാടനം ഞായറാഴ്ച EP ജയരാജൻ MLA നിർവഹിക്കും. പയ്യന്നൂർ റേഞ്ച് കള്ളുചെത്ത് വ്യവസായ തൊഴിലാളി സഹകരണ സംഘം ഓഫീസ് കെട്ടിടം പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഒക്ടോബർ 4-ന് EP ജയരാജൻ MLA ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് അംഗം EP കരുണാകരൻ ഫോട്ടോ അനാച്ഛാദനം നിർവഹിക്കും. തളിപ്പറമ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ജോസ് അഗസ്റ്റിൻ കമ്പ്യൂട്ടറൈസേഷൻ ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത യോഗത്തിൽ അധ്യക്ഷയാകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘം സെക്രട്ടറി K ഹരി, M നാരായണൻ, E രാജീവൻ, VE സന്തോഷ്, M കരുണാകരൻ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. കൗവായി ശാഖ മുസ്ലിം ലീഗ് 65-ാം വാർഷിക സമാപനം ഒക്ടോബർ 4-ന് ഞായറാഴ്ച നടക്കും. മുസ്ലിം ലീഗ് അഖിലേന്ത്യാ പ്രസിഡന്റ് E അഹമ്മദ് ഉദ്ഘാടനം ചെയ്യും. കേരള വ്യവസായ IT വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും. നവീകരിച്ച കൗവായി ഖായിദെ മിലത്ത് സൗദം സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. മുസ്ലിം യൂത്ത് ലീഗ് അഖിലേന്ത്യാ കൺവീനർ PK ഫിറോസ് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തും. സ്വാഗത സംഘം ചെയർമാൻ SA ഷുക്കൂർ ഹാജി അധ്യക്ഷനാകുന്ന ചടങ്ങിൽ നിരവധി പ്രമുഖർ സംബന്ധിക്കുമെന്നും ഭാരവാഹികളായ SA ഷുക്കൂർ ഹാജി, KP റുക്നുദ്ദീൻ, TP അബ്ദുൾ അസീസ്, VP കാസിം, അബ്ദുൾ റഹ്മാൻ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KVDS മൈ സ്വീറ്റ് ഹോം, മാത്തിൽ, പയ്യന്നൂർ. ബീഫ് കഴിച്ചെന്നാരോപിച്ച് മധ്യവയസ്കനെ വീട്ടിൽ കയറി തല്ലിക്കൊന്നത് നമ്മുടെ ഇന്ത്യയിൽ. ഒരാൾ കഴിക്കേണ്ട ഭക്ഷണം ആരാണ് തീരുമാനിക്കേണ്ടത്? പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ. വളരെ ലജ്ജാകരമായ, ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുഴുവൻ നാണക്കേടുണ്ടാക്കുന്ന ഒരു വസ്തുതയാണ്, അതല്ലേ ഒരു കാര്യമാണത്. ഒരു വ്യക്തി ഏത് ഭക്ഷണം കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് ആ രാജ്യം ഭരിക്കുന്ന ഏതൊരു ഭരണകൂടമായിക്കോട്ടെ, അത് ഭരണകൂടത്തിൻ്റെ അവകാശമല്ല, അത് വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതിന്മേലെയുള്ള വ്യക്തി സ്വാതന്ത്ര്യത്തിന്മേലെയുള്ള കടന്നുകയറ്റമാണ് നമ്മളിവിടെ കാണുന്നത്. അത് അങ്ങേയറ്റത്തെ ഫാസിസ്റ്റ് നിലപാട് തന്നെയാണെന്നാണ് എനിക്കിതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. RSSൻ്റെയും BJPയുടെയും ബജ്രംഗ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ രാജ്യത്തെ ജനങ്ങൾ ഏത് ഭക്ഷണം കഴിക്കണം എന്ന പേര് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിൽ ബീഫ്, പ്രത്യേകിച്ച് മാട്ടിറച്ചി മാതിരിയുള്ള സാധനങ്ങളെല്ലാം നിരോധിച്ചുകൊണ്ട് ഈ രാജ്യത്ത് പുതിയ നിയമം കൊണ്ടുവരികയാണ്. അതിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ ശക്തിപ്പെടുത്തേണ്ട ഒരു ആവശ്യകത ഇന്നത്തെ ഈ പരിസ്ഥിതിയിൽ ഉണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ സസ്യാഹാരം മാത്രം കഴിച്ചവർക്ക് മാംസാഹാരം കഴിക്കാൻ വിഷമമുണ്ടാവും, മാംസാഹാരം കഴിച്ച് ശീലിച്ചവർക്ക് സസ്യാഹാരം കഴിക്കാൻ വേണ്ടി വിഷമമുണ്ടാവും. ഇപ്പോൾ അറിയാം, നമ്മളെ കുട്ടികളെ ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ മിക്കവാറും ചിക്കനും പിന്നെ ബിരിയാണിയെല്ലാം കഴിച്ചിട്ട് ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരായാലും അങ്ങനെ ശീലിച്ച് വന്നവരാണ്. അവരെ പെട്ടെന്ന് പച്ചക്കറി മാത്രം കൊടുത്തിട്ട് അവരെ വളർത്താമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവരെന്തായാലും അതൊന്നും തിന്നും ചെയ്യില്ല. നമ്മളെ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടാണെങ്കിലെ പരാതിയും കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകേണ്ടി വരും. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KVDS മൈ സ്വീറ്റ് ഹോം, മാത്തിൽ, പയ്യന്നൂർ. അറിയിപ്പുകൾ. പയ്യന്നൂർ ലയം കലാക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ K രാഘവൻ മെമ്മോറിയൽ അഖില കേരള ലളിതഗാന മത്സരം ഗാനലയം സംഘടിപ്പിക്കുന്നു. വിശദവിവരങ്ങൾക്ക്
0495 206743 9388212268 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. കരിവള്ളൂർ A1 ക്ലബ്ബ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഉറൂബ് ജന്മശതാബ്ദിയോടനുബന്ധിച്ച് ഉറൂബ് അനുസ്മരണം ഒക്ടോബർ 4 ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് കരിവള്ളൂർ A1 ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടക്കും. പയ്യന്നൂർ അന്നൂർ കേളപ്പൻ സർവീസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ കേളപ്പജി അനുസ്മരണം ഒക്ടോബർ 7 ബുധനാഴ്ച വൈകിട്ട് 5 മണിക്ക് അന്നൂർ കേളപ്പജി സ്മാരക വില്ലേജ് ഹാളിൽ നടക്കും. പയ്യന്നൂർ നഗരസഭ സിൽവർ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് മുൻ ജനപ്രതിനിധികൾക്ക് ആദരം ഒക്ടോബർ 5 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് നടക്കും. എടാട്ട് ശ്രീ തൃക്കൈ മഹാവിഷ്ണു ക്ഷേത്രം നവരാത്രി ആഘോഷം ഒക്ടോബർ 15 മുതൽ 23 വരെ നടക്കും. ഡിവൈഎഫ്ഐ കിഴക്കുംപാട് ഈസ്റ്റ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഉത്തരമേഖല കമ്പവലി മത്സരം ഒക്ടോബർ 4 ഞായറാഴ്ച വൈകിട്ട് 4 മണി മുതൽ വെള്ളൂർ കിഴക്കുംപാട് ജനകീയ കലാസമിതി പരിസരത്ത് വെച്ച് നടത്തപ്പെടുന്നു. പയ്യന്നൂർ സർവീസ് സഹകരണ ബാങ്ക് എ ക്ലാസ് അംഗങ്ങളുടെ വാർഷിക പൊതുയോഗം ഒക്ടോബർ 4 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നവംബർ 2-നും 5-നും, ഫലപ്രഖ്യാപനം 7-ന്. ക്ഷേത്രങ്ങൾ നന്മയുടെ പ്രചാര കേന്ദ്രങ്ങളാവണമെന്നും മനുഷ്യരെ തമ്മിലടുപ്പിക്കുന്നതിനാവരുതെന്നും KC വേണുഗോപാൽ MP. മഹസർ തയ്യാറാക്കാനെത്തിയ ഗെയിൽ ഉദ്യോഗസ്ഥരെ ഏറ്റുകൊടുക്കയിൽ ഭൂമി നഷ്ടപ്പെടുന്നവർ തടഞ്ഞവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. N. രാമകൃഷ്ണൻ അനുസ്മരണ സമ്മേളനം ടോപ്പ് ഫോം ഓഡിറ്റോറിയത്തിൽ KPCC ജനറൽ സെക്രട്ടറി KP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വേൾഡ് ഫെഡറേഷൻ ഓഫ് ട്രേഡ് യൂണിയൻ 70ാം വാർഷികത്തിന്റെ ഭാഗമായി ഗാന്ധി പാർക്കിൽ ജില്ലാതല സെമിനാർ. ചെറുപുഴയിലെ ബീവറേജ് ഔട്ട്ലെറ്റ് പൂട്ടി. മലയോരത്ത് വ്യാജമദ്യ ഭീഷണി. പയ്യന്നൂർ നഗര റോഡ് വീണ്ടും ചെളിക്കുളമായി. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.